Prove that each diagonal of a rhombus bisects the angles at the vertices it joins. അതായത് ഒരു റോംബസിന്റെ ഡയഗണൽസ് അത് ജോയിൻ ചെയ്യുന്ന വെർട്ടിസസിലെ ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു റോംബസ് വരയ്ക്കാം. ഇതിന് ABCD എന്ന് നെയിം ചെയ്യാം. ഇനി ഇതിന്റെ ഡയഗണൽസ് ജോയിൻ ചെയ്യാം. BDയും ACയുമാണ് ഡയഗണൽസ്. ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് P എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഫിഗറിൽ 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ട്രയാങ്കിൾ APB, ട്രയാങ്കിൾ BPC, ട്രയാങ്കിൾ DPC, ട്രയാങ്കിൾ APD അല്ലേ? ഈ 4 ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കാരണം എന്താണ്? ഈ 4 ട്രയാങ്കിൾസിൻ്റെയും AB എന്ന സൈഡ്, BC എന്ന സൈഡ്, CD എന്ന സൈഡ്, AD എന്ന സൈഡൊക്കെ ഈക്വൽ ആണ് അല്ലേ? കാരണം എന്താണ്? അവയൊക്കെ റോംബസിന്റെ സൈഡ്സ് ആണ്. റോംബസിന്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണല്ലോ. സോ നമുക്ക് എന്ത് എഴുതാം? AB ഈസ് ഈക്വൽ ടു BC ഈസ് ഈക്വൽ ടു CD ഈസ് ഈക്വൽ ടു AD. കാരണം ദേ ആർ സൈഡ്സ് ഓഫ് റോംബസ്. റോംബസിന്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ് അല്ലേ? അതേപോലെ AP എന്ന സൈഡും CP എന്ന സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? കാരണം എന്താണ്? 2 ഡയഗണൽസും പരസ്പരം എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അല്ലേ? ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഒരു ഡയഗണലിലെ മറ്റൊരു ഡയഗണൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ 2 ഡയഗണൽസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് P ആണ് അല്ലേ? അപ്പോൾ P എന്ന് പറയുന്ന ഈ 2 ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ACയുടെയും മിഡ് പോയിന്റ് ആണ് P, അതേപോലെ BDയുടെയും മിഡ് പോയിന്റ് ആണ് P അല്ലേ? അപ്പോൾ P ACയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AP ഈസ് ഈക്വൽ ടു CP അല്ലെങ്കിൽ PC എന്ന് പറയാം. കാരണം എന്താണ്? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അതേപോലെ തന്നെ ഈ DP എന്ന സൈഡും PB എന്ന സൈഡും എന്താണ്? ഈക്വൽ ആണ്. കാരണം എന്താണ്? ഈ P എന്ന് പറയുന്ന BD എന്ന ഡയഗണലിന്റെയും മിഡ് പോയിന്റ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് DPയും PBയും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 4 ട്രയാങ്കിൾസിലെയും 3 സൈഡ്സും എന്താണ്? പരസ്പരം ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ 4 ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ? സോ ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ APB, ട്രയാങ്കിൾ BPC, ട്രയാങ്കിൾ DPC ആൻഡ് ട്രയാങ്കിൾ APC ആർ ഈക്വൽ ടു ഈച്ച് അതർ. സോ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ APB, ട്രയാങ്കിൾ BPC, ട്രയാങ്കിൾ DPC ആൻഡ് ട്രയാങ്കിൾ APC ആർ ഈക്വൽ ട്രയാങ്കിൾസ്. പക്ഷെ നമുക്കറിയാം ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഈക്വൽ ട്രയാങ്കിൾസിൽ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു DP ഈസ് ഈക്വൽ ടു PB. DPയും PBയും ഈക്വൽ ആണ്. അപ്പോൾ DPക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും PBക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ DPക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ഇത് ആംഗിൾ DAP. PBക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ PAB അല്ലേ? അപ്പോൾ ആംഗിൾ DAPയും ആംഗിൾ PABയും എന്താണ്? ഈക്വൽ ആണ്. സോ ആംഗിൾ DAP is equal to angle PAB. കാരണം എന്താണ്? they are angles opposite to equal sides DP and PB. ഈ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആംഗിൾ എയെ ഈ ഡയഗണൽ AC മീറ്റ് ചെയ്യുമ്പോഴാണ് ഈ 2 ആംഗിൾസ് ഉണ്ടാക്കുന്നത് അല്ലെ? ആംഗിൾ DAPയും ആംഗിൾ PABയും. അപ്പോൾ ഈ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ AC എന്ന ഡയഗണല് ആംഗിൾ എയെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ? സോ ഡയഗണൽ AC ബൈസെക്ട് ആംഗിൾ A. ഓക്കെ, അപ്പോൾ ഒരു ആംഗിളിനെ ഒരു ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്തു അല്ലേ? ഇനി അതേപോലെ ഈ DPയും PBയും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ ഓൾറെഡി. DP ഈക്വൽ ടു PB അല്ലേ? അപ്പോൾ DPക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും PBക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ DPക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് എന്ത്? ഈ ആംഗിൾ. അത് ഏതാണ്? ആംഗിൾ DCP. DPക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ PCB അല്ലേ? അപ്പോൾ ആംഗിൾ DCPയും ആംഗിൾ PCBയും എന്താണ്? ഈക്വൽ ആയിരിക്കും. കാരണം അവ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആണ് അല്ലേ? നമുക്ക് എന്ത് പറയാം? ആംഗിൾ DCP ഈസ് ഈക്വൽ ടു ആംഗിൾ PCB. കാരണം എന്താണ്? they are angle opposite to equal sides DP and PB.
ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ? ആംഗിൾ സിയിലുള്ള ആംഗിൾസ് ആണല്ലോ ഈ രണ്ട് ആംഗിൾസ്. എ സി എന്ന ഡയഗണലാണ് ആംഗിൾ സിയെ ബൈസെക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ആംഗിൾസ് ഉണ്ടാവുന്നത്. ഈ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എ സി ഈ ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണെന്ന് പറയാം. പിന്നെ നമ്മൾ കണ്ടു എ പി ഈസ് ഈക്വൽ ടു പി സി അല്ലെ? എ പിയും പി സിയും ഈക്വൽ ആണ് അല്ലെ? അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എ പിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ ഡി പി ആണ് അല്ലേ? പി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ പി ഡി സി അല്ലേ? അപ്പോൾ ആംഗിൾ എ ഡി പിയും ആംഗിൾ പി ഡി സിയും എന്തായിരിക്കും? ഈക്വൽ ആണ്. കാരണം എന്താണ്? അവ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആയ എ പിയുടെയും പി സിയുടെയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ എ ഡി പി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഡി സി. കാരണം എന്താണ്? ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എ പി ആൻഡ് പി സി. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ എ ഡി പി ആംഗിൾ പി ഡി സിയും ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആംഗിൾ ഡിയിലെ ആംഗിൾസ് ആണല്ലോ ഈ രണ്ടും. ഈ ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്നത് ഈ ബി ഡി എന്ന ഡയഗണൽ ആണ് അല്ലേ? അപ്പൊ ബി ഡി ഈ ആംഗിൾ ഡിയെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണല്ലോ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? സോ ഡയഗണൽ ബി ഡി ബൈസെക്ട് ആംഗിൾ ഡി. ഇനി നമ്മൾ ഓൾറെഡി കണ്ടു എ പി ഇസിക്കൽ ടു പി സി എന്ന് കണ്ടല്ലോ. അപ്പോൾ എ പി പി സി എന്ന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ എ പിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ എ ബി പി. അതേപോലെ പി സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ പി ബി സി അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി പിയും ആംഗിൾ പി ബി സിയും എന്താണ്? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? അവ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആണ് അല്ലേ? ആംഗിൾ എ ബി പി ആംഗിൾ പി ബി സി ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ രണ്ട് ആംഗിൾസും ഏതിനുള്ളതാണ്? ആംഗിൾ ബിയിലുള്ള ആംഗിൾസ് ആണ്. ആംഗിൾ ബിയെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കിട്ടുക. അപ്പോൾ ആംഗിൾ ബിയെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഈ ബി ഡി എന്ന ഡയഗണലാണ് അല്ലേ? സോ നമുക്ക് പറയാം ഡയഗണൽ ബി ഡി ബൈസെക്സ് ആംഗിൾ ബി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡയഗണൽസും എ സി എന്ന ഡയഗണലും ബി ഡി എന്ന ഡയഗണലും അതിൻ്റെ വെർട്ടിസസിലുള്ള ആംഗിൾസ് ആംഗിൾ എയും ആംഗിൾ സിയെയും ആംഗിൾ ഡി എയും ആംഗിൾ ബി എയും ഒക്കെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഡ്രോ എ സ്ക്വയർ വിത്ത് ഡയഗണൽസ് 7 സെൻറ്റിമീറ്റർ. വികരണത്തിൻ്റെ നീളം 7 സെൻറ്റിമീറ്റർ ആയ സമചതുരം വരയ്ക്കുക. സ്ക്വയറും ഒരു റോംബസ് തന്നെയാണ് അല്ലേ? അപ്പോൾ റോംബസ് വരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് സ്ക്വയറും വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു സാമ്പിൾ സ്ക്വയർ വരയ്ക്കാം. ഇതിന് എ ബി സി എന്ന് നെയിം ചെയ്യാം. ഇതിൻ്റെ ഒരു ഡയഗണൽ 7 സെൻറ്റിമീറ്റർ ആണ്. മറ്റേ ഡയഗണലും 7 സെൻറ്റിമീറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ മേലെ 7 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എത്ര? 3.5 അല്ലേ? അപ്പോൾ മേലെയും 3.5 താഴെയും 3.5 ആയിട്ട് മറ്റൊരു ഡയഗണൽ കൂടി വരയ്ക്കുമ്പോൾ നമുക്ക് സ്ക്വയർ വരയ്ക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എ സി എന്ന ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുത്തിട്ട് 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈന് വരയ്ക്കാം. ഇതിന് എ സി എന്ന് നെയിം ചെയ്യാം. ഇനി എ സിക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിനെ നീഡിൽ എയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിനെ നീഡിൽ സിയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. പക്ഷേ പി ഡിയുടെ ലെങ്ത് 7 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ മുകളിൽ ഒരു 3.5 സെൻറ്റിമീറ്റർ റൂളർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം, അതാണ് ഡി. ഇനി പെർപെൻഡിക്കുലറിൻ്റെ താഴെയും 3.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം, അതാണ് ബി. ഇനി എയും ബിയും സിയും ഡിയും ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്വയർ കംപ്ലീറ്റ് ആയി. ഡ്രോ ദിസ് പിക്ചർ. ഈ ചിത്രം വരയ്ക്കൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിട്ടുള്ളതൊക്കെ സ്ക്വയേഴ്സ് ആണല്ലേ? അപ്പോൾ ഈ സ്ക്വയേഴ്സിനൊക്കെ നെയിം ചെയ്യാം. ഫിഗറിൽ തന്നിട്ടുള്ള പോലെ എ ബി സി ഡി അങ്ങനെ നെയിം ചെയ്യാം. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ നമുക്ക് 3 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എ ബിയും 3 ആണ്, ബി സിയും 3 ആണ്, സി ഡിയും 3 ആണ്. അതേപോലെ ജി എച്ച് എഫ് ഇ ഇ എൽ ഇതൊക്കെ ഡയഗണൽസ് ആണ്. സ്ക്വയറിൻ്റെ ഡയഗണൽസ് ഒക്കെ ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എ ഡി എന്ന ലൈന് വരയ്ക്കാം. എ ഡി എങ്ങനെ വരയ്ക്കാം? എ ഡിയുടെ ലെങ്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അങ്ങനെ 3 + 3 6 6 + 3 9 ആണല്ലേ? അപ്പം 9 സെൻറ്റിമീറ്റർ ആണ് എ ഡി വരുന്നത്. സോ നമുക്കൊരു റൂളർ എടുത്തിട്ട് 9 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈന് വരയ്ക്കാം. അതിൽ എ ഡി എന്ന് നെയിം ചെയ്യാം.
ഇനി എയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ബി മാർക്ക് ചെയ്യാം. ഡിയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ സിയും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി സി ഡി എന്നീ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി എ ഡിക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ എയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിൻ്റെ നീഡിൽ ഡിയിൽ വെച്ചിട്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം, മേലെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ എ ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മുടെ എ ഡി എന്ന ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ്. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ലൈനിലെ പോയിന്റ്സ് ആണ് എന്ത്, ജി, എഫ്, ഇ, എൽ ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എഫ് മാർക്ക് ചെയ്യാം. എഫ് എക്സിൽ നിന്ന് 1.5 ഡിസ്റ്റൻസിലാണ് അല്ലേ. കാരണം എന്താണ്, ഇ എഫ് എന്നത് ഡയഗണൽ ആണല്ലോ. ഡയഗണലിൻ്റെ ലെങ്ത് 3 ആണ്. 3യുടെ ഹാഫ് അല്ലേ എക്സ് എഫ് വരേണ്ടത് അല്ലേ. അപ്പോൾ 3യുടെ ഹാഫാണ് 1.5. അതുകൊണ്ടാണ് എക്സ് എഫ് 1.5. അതേപോലെ എക്സ് ഇയും 1.5 അല്ലേ. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിൽ എക്സിൽ നിന്നും 1.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതാണ് എഫ്. ഓക്കെ, ഇനി എഫിൽ നിന്നും ഈ പെർപെൻഡിക്കുലറിൽ 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതാണ് ജി. ഓക്കെ, ഇനി എക്സിൽ നിന്നും താഴോട്ട് പെർപെൻഡിക്കുലറിൻ്റെ താഴോട്ട് 1.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതാണ് ഇ. ഇനി ഇയിൽ നിന്നും പെർപെൻഡിക്കുലറിൻ്റെ താഴോട്ട് 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതാണ് എൽ. ഇനി നമുക്ക് നടുക്കുള്ള സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. അതെങ്ങനെ കംപ്ലീറ്റ് ആക്കാം, ആദ്യം ബിയും എഫും സിയും ഇയും ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നടുക്കുള്ള സ്ക്വയർ ബി എഫ് സി ഇ കംപ്ലീറ്റ് ആയി. ഇനി എയും ജിയും ജോയിൻ ചെയ്യാം, അതേപോലെ എയും എല്ലും ജോയിൻ ചെയ്യാം. അതേപോലെ ഡിയും ജിയും ജോയിൻ ചെയ്യാം, അതേപോലെ ഡിയും എല്ലും ജോയിൻ ചെയ്യാം. ഇനി നടുക്കുള്ള സ്ക്വയർ ഇല്ലേ, ഏത് സ്ക്വയർ ബി എഫ് സി ഇ, ആ സ്ക്വയറിൻ്റെ സൈഡ്സ് ഒക്കെ രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ആദ്യം ബി എഫ് എന്ന സൈഡ് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ എഫ് സി എന്ന സൈഡ് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ സി ഇ എന്ന സൈഡ് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ബി ഇ എന്ന സൈഡ് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻസ് ഒക്കെ നമ്മുടെ ആദ്യം വരച്ച ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് എം, എൻ, എച്ച്, ഐ, ഒ, പി, ജെ, കെ ഒക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് എയും എമ്മും ബിയും എന്നൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ കിട്ടി. പിന്നെ എച്ച്, ജി, ഐ, എഫ് ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത സ്ക്വയർ കിട്ടി. പിന്നെ സിയും ഒയും ഡിയും പിയും ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത സ്ക്വയർ കിട്ടി. പിന്നെ ജെയും ഇയും കെയും എല്ലും ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത സ്ക്വയർ കിട്ടി. അങ്ങനെ ഈ ഫിഗർ കംപ്ലീറ്റ് ആയി.